നമ്മുടെ രാജ്യത്തിന്റെ പേര് മാറ്റുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യ എന്ന പേര് മാറ്റി ഭാരത് എന്നാക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം തന്നെ. ഡൽഹിയിൽ നടക്കുന്ന G20 സംഗമത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അയച്ച ക്ഷണക്കത്തിൽ പ്രസിഡന്റ് ഓഫ് ഭാരത് എന്ന് എഴുതിയതിനെ തുടർന്നാണ് പേരുമാറ്റം സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നത്. ഔദ്യോഗികമായിട്ട് കേന്ദ്ര സർക്കാർ ഇതുവരെയും പേരുമാറ്റുന്നതിനെ കുറിച്ച് യാതൊരു വിധമായ അറിയിപ്പുകളും നൽകിയിട്ടില്ല. എന്നിരുന്നാലും ഇന്ത്യ എന്ന പേര് മാറ്റി ഭാരത് എന്നാക്കുന്നതിന് ഭരണപക്ഷവും പ്രതിപക്ഷവും അനുകൂലിക്കുകയും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ പേര് റീബ്രാൻഡ് ചെയ്യുന്നത് കൊണ്ട്, അതായത് പേര് മാറ്റുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ലാഭവും നഷ്ടവും ഒന്നും വരുന്നില്ല എന്നാണ് സാധാരണക്കാരായ നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്വിറ്ററിന്റെ പേര് x.com എന്ന് റീബ്രാൻഡ് ചെയ്ത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഒരു കമ്പനിയുടെ പേര് മാറ്റുന്നതിന് ആ കമ്പനിയുടെ ഉടമസ്ഥൻ മാത്രം വിചാരിച്ചാൽ മതിയാവും. കാരണം പേര് മാറ്റുന്നത് മൂലമുണ്ടാകുന്ന ചെലവുകൾക്ക് ആ കമ്പനിയുടെ മുതലാളിയായിരിക്കും ഉത്തരവാദിത്തപ്പെടുന്നത്. ഇത്തരത്തിൽ കമ്പനികൾ തങ്ങളുടെ പേരുകൾ മാറ്റുന്നത് അവരുടെ കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനോ ഒക്കെ വേണ്ടിയിട്ടായിരിക്കും. ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ പേര് മാറ്റുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള നമ്മുടെ രാജ്യത്തിന്റെ പേര് ലോകം മുഴുവൻ അറിയപ്പെടുന്നത് ഇന്ത്യ എന്നാണ്. ഇന്ത്യ എന്ന പേര് ഇത്രയും വലിയൊരു ബ്രാൻഡിനെ ഭാരത് എന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മുടെ സർക്കാരിന് പാർലമെന്റിൽ വളരെ എളുപ്പത്തിൽ ഒരു ബില്ലിലൂടെ ഭാരത് എന്ന് നമ്മുടെ രാജ്യത്തെ റീബ്രാൻഡ് ചെയ്യാൻ സാധിക്കും. കാരണം ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സാധിക്കുന്നത്. കേവലം ബില്ല് അവതരിപ്പിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നതിൽ നിന്നും ഭാരത് എന്നാക്കി മാറ്റി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അത് ലോകം മുഴുവൻ അറിയിച്ച് ലോക രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഭാരത് എന്ന് ഇന്ത്യയെ വിളിച്ചാൽ മാത്രമേ ഇന്ത്യയുടെ പേര് ഭാരത് എന്ന് യഥാർത്ഥത്തിലാവുകയുള്ളൂ. ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പേര് റീബ്രാൻഡ് ചെയ്യുന്നതിന് ആയിരക്കണക്കിന് കോടി രൂപ സർക്കാർ ഇതിനു വേണ്ടി തീർച്ചയായിട്ടും ചെലവഴിക്കേണ്ടതായിട്ട് വരും. സർക്കാർ ചെലവഴിക്കുന്ന ഈ തുക നമ്മുടെ നികുതി പണമാണെന്ന് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനും കേവലം പേര് മാറ്റുന്നതിലൂടെ നഷ്ടം സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്കയുടെ പഴയ പേര് സിലോൺ എന്നായിരുന്നു. പിന്നീട് അത് ശ്രീലങ്ക എന്ന് മാറ്റിയത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ സയാം എന്നറിയപ്പെട്ടിരുന്ന രാജ്യം പിന്നീട് തായ്ലാന്റ് എന്ന് പേര് മാറ്റിയതും നമുക്കറിയാം. ഇത്തരത്തിൽ പേര് മാറ്റുന്നത് കൊണ്ട് രാജ്യത്ത് പ്രത്യേകിച്ച് ഒരു ഗുണമോ ദോഷമോ ഒന്നും ലഭിക്കുന്നില്ല. നമ്മുടെ രാജ്യത്ത് ഭാരത് എന്ന് റീബ്രാൻഡ് ചെയ്യുമ്പോൾ നികുതി വരുമാനത്തിന്റെ ഏകദേശം 10% റീബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ്, അഡ്വർടൈസ്മെന്റ് തുടങ്ങിയവയ്ക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ചെലവഴിക്കേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രമേ ഈ പേര് മാറ്റിയത് കൊണ്ടുള്ള പ്രയോജനം നമുക്ക് ലഭിക്കുകയുള്ളൂ. 2022-23 കാലയളവിൽ നമ്മുടെ രാജ്യത്തിന്റെ നികുതി വരുമാനം എന്ന് പറയുന്നത് 23.84 ലക്ഷം കോടി രൂപയാണ്. നമ്മുടെ വരുമാനത്തിൽ നിന്നും അതുപോലെ പെട്രോൾ അടിക്കുമ്പോൾ അങ്ങനെയുള്ള പല പല കാര്യങ്ങളിൽ നിന്നും ഒക്കെയാണ് ഇത്രയും തുക നികുതിയായിട്ട് കേന്ദ്ര സർക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ 23.84 ലക്ഷം കോടി രൂപയുടെ 10% എന്ന് പറയുമ്പോൾ ഏകദേശം 2.5 ലക്ഷം കോടി രൂപയോളം തുകയാണ് ഇന്ത്യയിൽ നിന്ന് ഭാരതം എന്നത് ആ പേര് മാറ്റുന്നതിലൂടെ നമുക്ക് വരുന്ന ചെലവ്. ഏറ്റവും അവസാനമായിട്ട് പേര് മാറ്റിയ ആഫ്രിക്കൻ രാജ്യമായ സ്വാസിലാൻഡ് എസ്വട്ടിനി എന്ന് പേര് മാറ്റിയത് പ്രകാരം നികുതി വരുമാനത്തിന്റെ 10% റീബ്രാൻഡിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ കണക്കുകളിൽ പറയുന്നത്. ഇന്ത്യയിൽ റീബ്രാൻഡിങ് ചെയ്യുമ്പോൾ 10% അധികമാവാം എന്നും പറയുന്നവരുണ്ട്. എന്നിരുന്നാലും സാധാരണക്കാർക്ക് വലിയ പ്രയോജനമൊന്നും ചെയ്തില്ലെങ്കിലും സാമ്പത്തിക നഷ്ടം നമ്മൾ അറിയാതെ തന്നെ നമുക്കുണ്ടാകുന്നു എന്നതൊരു സത്യാവസ്ഥയാണ്.